ഇന്ന് നമ്മളൊരു സിമ്പിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക്. ബ്രെഡ് വെച്ചിട്ടാണ് ഈ കേക്ക് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേക്കിംഗ് ഒന്നും വരുന്നില്ല. വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ ഹാർട്ട് ഷേപ്പ് പാൻ ഒന്നും വേണ്ട കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു രീതിയിലുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ബ്രെഡ് കൊണ്ടുള്ള കേക്ക് ഉണ്ടാക്കാനായിട്ട് 9 പീസ് ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബ്രെഡ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പമുള്ള സൈസ് ബ്രെഡ് നോക്കിയിട്ട് എടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് കേക്കിന് കുറച്ചൊരു വലിപ്പം കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ 4 ഭാഗം ഒന്ന് സൈഡ് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 4 സൈഡും ബ്രെഡ് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഷേപ്പിൽ ഒരേ ലെവലിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്നൊരു 3 ഇതേപോലെ തന്നെ സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കേക്ക് ആണെന്നുണ്ടെങ്കിൽ ആദ്യം മുതലേ സ്ക്വയർ ഷേപ്പിൽ തന്നെ കേക്ക് ക്രീമൊക്കെ ചെയ്ത് തുടങ്ങിയാൽ മതി. നമ്മളിപ്പോൾ ഇവിടെ ചെറിയൊരു ഹാർട്ട് ഷേപ്പിലാണ് കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു 3 പീസ് ബ്രെഡ് മാറ്റി വെക്കുക. ബാക്കിയുള്ള 6 പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് വേറൊരു ഷേപ്പിലേക്ക് മാറ്റണം. ബ്രെഡ് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 2 പീസ് ബ്രെഡ് ഒന്നിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ 1 പീസ് ബ്രെഡോ ഇങ്ങനെ കറക്റ്റ് അളവായിരിക്കണം. എല്ലാത്തിനും ഒരേ ലെവലിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് കത്തി വെച്ചിട്ട് ഒന്നങ്ങ് വരഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ 6 പീസ് ബ്രെഡും ഒരേ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് ഒരു ഹാർട്ട് ഷേപ്പിലേക്ക് വെക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രെഡ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് ആ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ബ്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ അതേ ഒരു സൈസിലായിരിക്കണം ഇതിൻ്റെ ആ ഒരു അടിഭാഗം വരുന്നത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള പാത്രം വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കൂട്ടി വെക്കുന്ന സമയത്ത് അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഷേപ്പിൽ വ്യത്യാസം വരും. അപ്പോൾ അത് നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള പാത്രം വെച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ബ്രെഡ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 1.25 കപ്പ് മാക്ടോപ്പിൻ്റെ ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ എല്ലാ ക്രീം കേക്കിലും ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് വിശദീകരിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബാസ്ക്കറ്റ് കേക്കോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് വിശദീകരിച്ച് പറയുന്നുണ്ട്. സംശയമുള്ളവർ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീമും റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി മാങ്ങ, അതുപോലെ തന്നെ കുറച്ച് സ്ട്രോബെറി, ഒരു ഇത്തിരി ആപ്പിളും, എല്ലാം വളരെ കുറച്ച് മധുരം 1-2 ടേബിൾ സ്പൂൺ വീതം മതിയാകും. ഇത് നമുക്ക് കേക്കിലേക്ക് ഇടയ്ക്ക് ഇത്തിരി കടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു ഫ്രൂട്ട്സിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒരു ഇത്തിരി ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി കേക്ക് റെഡിയാക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വേണം ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം കേക്ക് അടിയിലത്തെ ഷേപ്പ് നമുക്ക് അറിയാമല്ലോ, വിട്ട് വിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ വേറെ മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ട് ബ്രെഡ് വെക്കുകയാണെങ്കിൽ ബ്രെഡ് തെന്നി പോവാതിരിക്കാൻ, അത് മാറി പോവാതിരിക്കാൻ സഹായിക്കും. ആദ്യം ഒരു പീസ് സ്ക്വയർ പീസിലുള്ള ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഷേപ്പുള്ള ബ്രെഡ് ഉണ്ടല്ലോ അത് രണ്ടും ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. സാധാരണ കേക്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഷുഗർ സിറപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഷുഗർ സിറപ്പാണ്. ഒരു ഇത്തിരി പഞ്ചസാര കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ചെറി വേണമെങ്കിൽ ഇട്ട് തിളപ്പിച്ചെടുത്ത് നല്ല ചെറി ഫ്ലേവറോ സ്ട്രോബെറി ഫ്ലേവറോ ഒക്കെ വേണമെങ്കിൽ ആക്കാം. പിന്നെ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ബ്രഷ് കൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതലായിരിക്കണം. ബ്രഷ് കൊണ്ട് ചെയ്താലും കുറച്ച് അളവ് കൂടുതൽ ഉണ്ടാവണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ കേക്ക് മുറിച്ച് കഴിക്കുന്ന സമയത്ത് ബ്രെഡിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഷുഗർ സിറപ്പ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഞാൻ ഒരു ഐസിങ് ബാഗിലേക്ക് കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. എളുപ്പത്തിന് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കാം. ക്രീം ഇതുപോലെ മൊത്തത്തിലൊന്ന് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, എത്രത്തോളം കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. ഇനി ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ കയ്യിൽ ബ്രെഡും ക്രീമും മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിലും ചെയ്യാം. ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബ്രെഡ് പീസും അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ആദ്യത്തെ ലെയർ അങ്ങനെ വെച്ച് കഴിഞ്ഞു, രണ്ടാമത്തെ ലെയർ കഴിഞ്ഞു, മൂന്നാമത്തെ ലെയറാണ് കേട്ടോ ഇത്. മൂന്നാമത്തെ ലെയർ വെച്ച് കഴിയുന്ന സമയത്ത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൂട്ട്സ് വെക്കേണ്ട ആവശ്യമില്ല. ബാക്കി കംപ്ലീറ്റ് ക്രീം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്താൽ മതി. എളുപ്പത്തിന് എങ്ങനെയാണ് ഷേപ്പാക്കി എടുക്കുക. ഇപ്പോൾ ക്രീമൊക്കെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഫിനിഷിങ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഹാർട്ട് ഷേപ്പിലാക്കി ചെയ്യുന്നു എന്നുള്ളൂ. ശരിക്കും ബ്രെഡ് കേക്ക് ആക്കുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ക്വയർ ഷേപ്പ് മതി എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ആക്കിയാലും മതി കേട്ടോ.
ഇനി ഇതിന് മുകളിൽ ഞാൻ ചെറിയൊരു കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ചെറിയൊരു വയലറ്റ് കളറാണ് ചേർക്കുന്നത്. ഐസിങ് ജെൽ കളർ അതൊരു 1-2 ഡ്രോപ്പ് ഇതിലേക്ക് ആക്കി കൊടുക്കാം. അതാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറിയൊരു ലൈറ്റ് വയലറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏത് ഇഷ്ടമുള്ള കളർ എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. 32 നോസിൽ വെച്ചിട്ടാണ് ബോർഡർ കൊടുക്കുന്നത്. എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യട്ടെ. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ 2 സൈഡിലും ബോർഡറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ കേക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ബ്രെഡാണെന്ന് ശരിക്കും ചെയ്ത ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ, കാണുന്നവർക്ക് മനസ്സിലാവില്ല. പക്ഷേ കഴിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ സ്പോഞ്ച് കേക്ക് ക്രീം ചെയ്ത് കഴിക്കുന്ന അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. കാരണം ഇത് ബ്രെഡാണല്ലോ. അപ്പോൾ ആ ബ്രെഡും ക്രീമും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴുള്ളൊരു ടേസ്റ്റ് അത്രയ്ക്കേ ഉള്ളൂ. ഒരുപാട് ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ബ്രെഡും ക്രീമും ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക്. ഇതിന് മുകളിലേക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് സ്ട്രോബെറി വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറി ഇത്തിരി ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. സ്ട്രോബെറിയുടെ ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക. സിമ്പിളാണ്. നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ മുൻപ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിൽ നോക്കിയാലും മതിയാകും. അതുപോലെ തന്നെ ചോക്ലേറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെക്കറേഷൻ. അതുപോലെ ഒന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എഡിബിൾ ഡെക്കറേഷനായിട്ട് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ വെച്ച് കൊടുക്കുക. അതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. ഞാൻ കേക്ക് ഒന്ന് ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടുള്ളതാണ്. ഈ കേക്കിൽ ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഉപയോഗിച്ചതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് ചെറിയൊരു ഗനാഷ് പോലെയൊക്കെ ബ്രെഡിൽ ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതൽ കിട്ടും. പിന്നെ എത്ര എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കേക്ക് അത്രയേ ഉള്ളൂ ബ്രെഡ് കേക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം, ഷെയർ ചെയ്യേണ്ട കാര്യം ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. താങ്ക്